ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളിങ്ങി വന്നാ മതി. ഈശ്വര, എന്താ ഇതൊക്കെ? അമ്മയോട് ഇയാൾ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഓക്കെ, ശരി എന്നാ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛനും അമ്മയുമായി ഇപ്പൊ തന്നെ തിരിച്ചു പോകാം. ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയതാരാ? പറ. അത് പറഞ്ഞില്ലെങ്കിൽ നിന്നെയും നിന്റെ അച്ഛനെയും അമ്മയും ഞാനിവിടെ കുഴിച്ചു മൂടും. ഒരു കുഞ്ഞു പോലും ഒന്നും അറിയില്ല. ജീവന് കൊതിയുണ്ടെങ്കിൽ സത്യം പറ. പറയാൻ പറയില്ലല്ലേ? എന്നാ സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയ നിങ്ങളുടെ മകൻ സഞ്ജു അല്ലേ? സത്യം പറയാൻ. നേരെ ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയില്ലല്ലേ? എങ്കിൽ വഴിയുണ്ട്. ഇവരെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. വാതിലടയ്ക്കാൻ. നിങ്ങളുടെ പുന്നാരപുത്രി എത്തിയിട്ടുണ്ട്. പാവം മുത്തശ്ശനും മുത്തശ്ശി. പക്ഷേ അവള് സത്യം പറയുന്നില്ല. ഞങ്ങളുടെ ജാക്കി ചാനെ നിങ്ങക്ക് ശരിക്കും അറിയാത്തോണ്ടാ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ രണ്ടാളെ ആ ശ്രീദേവി അങ്ങ് കൊല്ലും.
ജാക്കി ചാൻ കൊല്ലുന്ന് പറഞ്ഞാൽ കൊല്ലും. എല്ലാവരെയും ഞാൻ വിചാരിച്ച ഒറ്റയ്ക്ക് രക്ഷിക്കാനാവില്ല. വേറെ വഴി നോക്കാം. ഹലോ, ഹലോ, സ്വാതി മേഡം അല്ലേ? അതെ, സ്വാതിയ. നിങ്ങളാരാ? ഞാൻ ആര്, എൻ്റെ ഉദ്ദേശം എന്ത് എന്നൊന്നും ചോദിക്കരുത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വിവരം തരാനാണ് ഞാൻ വിളിച്ചത്. ചോദ്യങ്ങൾ എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് തരികയാണ്. വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. രണ്ടായാലും എനിക്കത് വിഷയമേ അല്ല. നിങ്ങൾ പറയണം മിസ്റ്റർ. അമ്മുവിന്റെ ഭർത്താവ് ആരെന്നുള്ള അന്വേഷണത്തിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഇപ്പോഴും അതിന്റെ പിന്നാലെ തന്നെ നിങ്ങൾ ഓടുന്നു, ശരിയല്ലേ? എത്ര അന്വേഷിച്ചാലും നിങ്ങൾക്ക് അയാളിൽ ചെന്നെത്താനാവില്ല. നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടാൻ കാരണവുമുണ്ട്. എന്നാൽ അയാൾ ആരാണെന്ന് കാണിച്ചു തരാൻ എനിക്ക് കഴിയും. എനിക്ക് മാത്രം. നിങ്ങൾക്ക് ആ സത്യം അറിയാമെങ്കിൽ അയാൾ ആരാണെന്ന് എനിക്ക് അറിയണം. ശരി, നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പൊ ഞാനൊരു ലൊക്കേഷൻ അയച്ചു തരും. അവിടെ നിങ്ങൾ തനിച്ചെത്തിയാൽ മതി. എന്ത് വിശ്വസിച്ചാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നിടത്ത് വരേണ്ടത്? ഇതുവരെ തോറ്റുപോയതിന്റെ വാശി പോലും നിങ്ങൾക്കില്ലേ? അത്ര ഭീരുവാണോ കാഞ്ചനയുടെ മകൾ? നിങ്ങളെ അപായപ്പെടുത്താനല്ല ഞാൻ വിളിച്ചു വരുത്തുന്നത്. നിങ്ങളൊരു ഡിറ്റക്റ്റീവിനെ ഏർപ്പെടുത്തിയത് മുതൽ കിച്ചനെ തേടി പോയതുവരെ അറിയുന്ന ഒരാളാണ് ഞാൻ. നിങ്ങള് ഡിറ്റക്റ്റീവ് റോയി പെരേരയാണോ? ഒരു പേരിലല്ല മേഡം കാര്യം. അയാളെ കൊണ്ട് എന്ത് സാധിക്കുമോ എന്നതിലാണ് കാര്യം. അമ്മു എന്ന പേരിൽ അറിയപ്പെടുന്ന ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വിവരം നിങ്ങളുടെ ഭർത്താവിനെ പോലും അറിയിക്കാതെ എത്തുക. നിങ്ങൾക്ക് കാണാൻ പരിചിതമായ മുഖങ്ങളും ഒരുപാട് വിശേഷങ്ങളും ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. See you. Bye. ഹലോ. വരുന്നത് തനിച്ചായിരിക്കണം. മുത്തശ്ശി പേടിക്കണ്ട കേട്ടോ. ഞാനിപ്പോ ഈ കെട്ടഴിച്ചു തരാം.
ഇവിടെ ആരാ വന്നത്? പറയാൻ. ഈ കെട്ടഴിച്ചത് ആരാന്ന്? താനെ എഴുതിയതാവും. അല്ല, ആരോ ഇതിനകത്ത് വന്നു. ആരാ വന്നേ? ഇല്ല, ആരും വന്നില്ല. ആരോ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അല്ലാതെ താനേ കെട്ടഴിയില്ല. ആരും വന്നിട്ടില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ആരോ ഈ മുറി വന്നിട്ടുണ്ട്. ആരായാലും ഞാൻ ഈ മുറിയൊക്കെ ഒന്ന് നോക്കട്ടെ. അതാരായാലും ശരി, ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. ഇവിടെ നിങ്ങൾക്കൊപ്പം വന്നത് ആരായാലും ആളെയും തീർക്കും ഞാൻ. അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷിക്കാം? ആരാവും എന്നെ ഫോണിൽ വിളിച്ച്? എന്തായാലും ആ ആള് പറഞ്ഞെടുത്ത് എനിക്ക് എത്തണം. ഞാൻ കുറെ നാളെ അന്വേഷിച്ച് നടക്കുന്ന സത്യം അയാളിൽ നിന്നും അറിയാൻ പോകുന്നേ. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആരാന്ന് ഇന്ന് ഞാൻ അറിയാൻ പോവാ. ഇനി കവിത പരാജയപ്പെടില്ല, ഉറപ്പാ. മേഡം, ഇനി എന്താ ചെയ്യണ്ടേ? സ്വാതി ഇപ്പൊ എത്തും. അവളുടെ മുന്നിൽ വെച്ച് വേണം ശ്രീദേവി സത്യം തുറന്നു പറയാൻ. അത് ഞാൻ ഏറ്റു. ഞാൻ ആരാണെന്ന് ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ സൂക്ഷിക്കണം. ആളെ തിരിച്ചറിഞ്ഞാൽ പ്രശ്നോ? അതെനിക്കറിയാം മേഡം. ശ്രീദേവി ഇപ്പൊ ഏതവസ്ഥയിലാ? സ്വാതി വരുമ്പോ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്ന് അവള് തുറന്നു പറയോ? ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അത് പ്രയാസം മേഡം. നമ്മൾ ഇത്രയൊക്കെ പാടുപെട്ടത് പിന്നെ എന്തിനാ? നോർമലായി അവര് പറയില്ല. അവരെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. അത് ഞാൻ ചെയ്തിരിക്കും. തല്ലോ ഭീഷണിപ്പെടുത്തോ എന്ത് വേണമെന്ന് വെച്ചാ ചെയ്തോ. പക്ഷെ അതെന്തായാലും സ്വാതിയുടെ മുന്നിൽ വെച്ച് വേണ്ട. ശരി മാഡം. സ്വാതി ശ്രീദേവിയുടെ മുന്നിൽ എത്തുന്നതിന് മുൻപ് അവളെ സത്യം പറയിപ്പിക്കാൻ റെഡിയാക്കിയിരിക്കണം. അതാ നിന്റെ കഴിവ്. അത് ഞാൻ ഏറ്റു മാഡം. ചെല്ല്. ശ്രീദേവിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്ക്. സ്വാതി എത്താൻ സമയമായി. ചെല്ല്. ശരി മാഡം. ഇന്ന് വിജയം ഈ കവിതയുടെ കൂടെയാ. എല്ലാം ഞാൻ പൊളിച്ചടുക്കും.
എന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ അച്ഛനും അമ്മ ഇവിടെ ഒന്ന് പറ. ഇത് പെപ്പർ സ്പ്രേ ആണ്. ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം. ഇല്ലെങ്കിൽ ഈ പെപ്പർ സ്പ്രേ നിങ്ങളുടെ കണ്ണുകൾ ഞാൻ സ്പ്രേ ചെയ്യും. എഴുന്നേൽക്ക്. വാ, ജനലോർക്ക്. അങ്ങോട്ട് നോക്ക്. അയ്യോ അച്ഛ, പിടിച്ചു മാറേ അങ്ങോട്ട്. ആ ഇരിക്കവിടെ. അടങ്ങിയിരിക്കാൻ. അവരൊന്നും ചെയ്യല്ലേ. ഞാൻ ചോദിച്ചതിന് കൃത്യമായി മറുപടി പറയണം. ഇല്ലെങ്കിൽ അവരെ ഇപ്പൊ ഞാൻ തീർക്കും. വേണ്ട, അവരൊന്നും ചെയ്യല്ലേ. എന്റെ അച്ഛനും അമ്മയൊന്നും ചെയ്യല്ലേ, പ്ലീസ്. ഒന്നും ചെയ്യില്ല, പക്ഷെ സത്യം പറയണം. ഇപ്പോ സ്വാതി എത്തും. അവളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ സത്യം പറയണം. ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്നുള്ള സത്യം സ്വാതിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറയണം. പ്ലീസ്, അച്ഛനും അമ്മയൊന്നും ചെയ്യല്ലേ. ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ജഡം ഇവിടെ വീഴും. അയ്യോ വേണ്ട. നിങ്ങളും പുറലോകം കാണില്ല. സമയമില്ല, സ്വാതി ഇപ്പൊ എത്തും. സത്യം മാത്രം പറയുക. ഇല്ലെങ്കിൽ അറിയാലോ, ഞാൻ പറഞ്ഞത് ചെയ്യും. വേണ്ട. ദാ സ്വാതി എത്തി. സത്യം മാത്രം പറയുക. ഇല്ലെങ്കിൽ കൺമുമ്പിൽ വെച്ച് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ജീവൻ ഞാനങ്ങ് എടുക്കും. ഭാഗ്യം, സ്വാതി ഇങ്ങ് എത്തിയല്ലോ. സ്വാതിയല്ലേ? അതെ. നിങ്ങളാരാ? ഞാൻ ആരോ ആയിക്കോട്ടെ, അകത്തേക്ക് വരൂ. ആ സത്യം സ്വാതിക്ക് അറിയണ്ടേ? ലക്ഷ്മിയുടെ കഴുത്തില് ആരാ താലി ചാർത്തിയെന്ന സത്യം. അതെ, എനിക്കറിയണം. പക്ഷെ നിങ്ങളാരാ? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അത് പറഞ്ഞില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട. സത്യം ഞാൻ ബോധ്യപ്പെടുത്തി തരാം. വരൂ. ശ്രീകുട്ടി ചേച്ചി എത്തിയോ? അപ്പൊ ഇത് ശരിക്കും എന്തോ വലിയ പ്ലാനിങ് തന്നെയാ.
സത്യം പറഞ്ഞ ഇനിയിപ്പോ എന്താ ചെയ്യാ?